ഇന്നലെയാണെങ്കിൽ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണമല്ല, കല്യാണത്തിൻ്റെ തലേ ദിവസം. അപ്പം ഞാനും ചേട്ടനും കൂടിയാണ് പോകാനായിട്ട് വിചാരിച്ചത്. രാത്രിയായിരുന്നു പരിപാടി. രാത്രി ബൈക്കിൽ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എന്നിരുന്നാലും കല്യാണമൊക്കെ അല്ലേ, നമുക്ക് പോകാനായിട്ടൊരു സന്തോഷം ഉണ്ടാവും. അപ്പം അങ്ങനെ പോകാനുള്ളൊരു തത്രപ്പാടിലാണ് കേട്ടോ. മുടിയൊക്കെ വലിയ സ്റ്റൈലിലൊക്കെ കെട്ടാനൊക്കെ നോക്കിയിട്ടും എത്ര വിചാരിച്ചിട്ടും മുടി അങ്ങോട്ട് ശരിയാവില്ല. അവസാനം വിചാരിച്ച് ഒരുമിച്ച് കൂട്ടി പിടിച്ച് ക്ലിപ്പ് ചെയ്താലും. അപ്പം പിന്നെ വിചാരിച്ച് വേണ്ട, ഇച്ചിരി മുടിയല്ലേ ഉള്ളൂ, രണ്ട് സൈഡിൽ നിന്നും കുറേശ്ശെ മുടി എടുത്തിട്ട് ക്ലിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ക്ലിപ്പ് ഇട്ടിട്ട് ഈ മുടിയിൽ നിൽക്കുന്നുണ്ടാ പനങ്കുല പോലത്തെ മുടിയായതുകൊണ്ടേ പെട്ടെന്ന് മുറുകിയിരിക്കുന്നില്ല. അതിങ്ങനെ ഊരി പോരാണ്. അവസാനം എന്ത് ചെയ്തു, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുളിമേട മെടഞ്ഞ് വെക്കില്ലേ, അതുപോലെ രണ്ട് സൈഡിൽ നിന്ന് മുടിയെടുത്ത് ഒന്ന് മെടഞ്ഞിട്ടിട്ട് ഇത്തിരി കട്ടിക്ക് മെടഞ്ഞിട്ടിട്ട് പിന്നെ ക്ലിപ്പ് ഊതി കൊടുത്തു. അപ്പം അതേ സംഗതി ഉറച്ചു. പിന്നെ രണ്ട് സ്ലൈഡ് എടുത്ത് രണ്ട് സൈഡിൽ അങ്ങോട്ട് നല്ല ഉറപ്പിച്ച് അങ്ങോട്ട് കുത്തി കൊടുത്തു. സെറ്റായി മുടി. സ്ലൈഡ് കുത്താണ് കിട്ടുക. അപ്പം എനിക്കൊരു ധൈര്യമാണ്, എന്താ വെച്ചാൽ മറ്റേ ക്ലിപ്പ് പോയാലും ഇതിൻ്റെ പുറത്താകത്ത് അവിടെ ഇരുന്നോളൂ. അങ്ങനെ മുടിയൊക്കെ ഈരി നല്ല സെറ്റാക്കി. ഉള്ളു കുറവായതുകൊണ്ട് തന്നെ മുടി കുറച്ചുള്ളത് കൊണ്ട് മുടി വെട്ടിയതാണ് കേട്ടോ. കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അത് വെട്ടിയൊന്ന് ഒപ്പാക്കിയതാണ്. അല്ലെങ്കിൽ എന്താ പറയുക, എരിവാലും പോലെ ഇരിക്കും. അപ്പം അതുകൊണ്ട് വെട്ടിയൊക്കെ ഒന്ന് ഒപ്പാക്കിയതാണ്. പിന്നെ ഇപ്പം മേക്കപ്പ് എന്ന് പറയാൻ നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മൾ ഒരു ഫൗണ്ടേഷൻ ക്രീം ഉണ്ടായിരുന്നു, അത് ഇട്ടു. അത് ഒന്ന് കുറച്ച് മുഖത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് മുടി രണ്ട് സൈഡിലേക്ക് ഒന്ന് ഈരി. പുരികൊക്കെ ഒന്ന് പുരികം ചെറുതാണ്, അപ്പോൾ അതുമ്മേ ഒന്നും കൂടി ഒന്ന് ഈ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തു, ഒന്ന് വരച്ചു കൊടുത്തു. പിന്നെ കണ്ണൊന്ന് ലൈറ്റായിട്ടൊന്ന് കണ്ണെഴുതി. പിന്നെ ലിപ്സ്റ്റിക് എന്ന് പറയാനായിട്ട് ബ്രൗൺ കളറാണ് ഞാൻ എടുത്തത്. സാധാരണ ഞാൻ റെഡ് കളറാണ് എടുക്കാറ്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സിന് മാച്ചായോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ബ്രൗൺ കളറ്. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ചുണ്ട് എനിക്ക് പെട്ടെന്ന് വരിയുന്ന പോലെ തോന്നും. ബൈക്കിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് കാറ്റടിക്കുമ്പോൾ എനിക്ക് ചുണ്ട് വരിഞ്ഞ് ഉണങ്ങിയ പോലെ തോന്നും. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വാസലിനോ അല്ലെങ്കിൽ സബോളിനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഞാനൊന്ന് പതുക്കെ പുരട്ടി കൊടുക്കും. അപ്പം അതും അങ്ങനെ ഞാൻ ചെയ്തു. പിന്നെ എനിക്ക് പുരട്ടി കഴിഞ്ഞപ്പോൾ കൂടിപ്പോയോ എന്നൊരു സംശയം. അപ്പോൾ ഒരു തുണി വെച്ചിട്ട് കുറച്ചൊന്ന് തുടച്ച് കളഞ്ഞിട്ടാ. അത് കഴിഞ്ഞ് ക്യാമറയിൽ നോക്കിയിട്ട് പൊട്ട് കുത്താമെന്ന് വിചാരിച്ചിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ട് പൊട്ടിയിരിക്കുന്നില്ല. പൊട്ട് എന്താ പറയുക, സൈഡ് മാറി. അവസാനം കണ്ണാടിയിൽ മുമ്പിൽ തന്നെ നിന്ന് ശരിക്കും നേരായിട്ട് കുത്തി. കണ്ണെഴുതാണ് കേട്ടോ, ലൈറ്റായിട്ടൊന്ന് ചുമ്മാ എഴുതിയുള്ളൂ. പിന്നെ നമ്മുടെ താലിമാല അതൊട്ട്. പിന്നെ ഷോൾ ഞാൻ വൺ സൈഡായിട്ട് ഇടാമെന്ന് വിചാരിച്ച് സൂചിയൊക്കെ കുത്തി റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ, അങ്ങോട്ട് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. സൂചിയൊക്കെ കുത്തി ഈ സാരി ഞൊറിയുന്ന പോലെ ഞൊറിഞ്ഞിട്ട് വൺ സൈഡ് ഇട്ടേക്കാണ്. സൂചിയൊക്കെ കുത്തി വെച്ചേക്കാണ് ഞൊറി പോവാതിരിക്കാൻ. ഷോൾഡറിൻ്റെ അവിടെ ഒരു കുത്തി. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ചുരിദാറിൻ്റെ വയറിൻ്റെ അവിടെ നിന്ന് ഇഴുകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വയറിൻ്റെ അവിടെ നിന്ന് ചുരിദാറിനോടെ ഒരു പിന്നും കൂടി എടുത്ത് അവിടെയും കുത്തി കൊടുത്തു. പിന്നെ അത് നമ്മുടെ വാച്ചൊക്കെ കെട്ടി. ഇതെൻ്റെ ലിജി കുട്ടി തന്ന വാച്ചാണ് കേട്ടോ. ആ വാച്ചൊക്കെ കെട്ടി. ആകെ നല്ല വാച്ചെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു വാച്ചും കെട്ടി നമ്മൾ സെറ്റായിട്ടാണ്, നമ്മൾ റെഡിയായി. എന്നിട്ട് ചേട്ടൻ അവിടെ നിന്ന് കുളിച്ചിട്ട് വരാണ് കേട്ടോ. ചേട്ടൻ മാറിയിട്ടില്ല. മോൻ്റെ അടുത്ത് വന്ന് നിന്ന് മോന് കാണിച്ചു കൊടുക്കാനുണ്ട്, ആ ഭംഗിയുണ്ടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. അവസാനം ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ചേട്ടനും ഞാനും കൂടി ഒരു വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു, ഒക്കെ എടുത്തു. ചേട്ടനോട് ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരി അങ്ങ് വരുന്നില്ല, പിന്നെ ചിരിച്ചു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് എനിക്ക് എന്തായാലും പോകാൻ ഭയങ്കര സന്തോഷമുണ്ട് ബൈക്കിലൊക്കെ. പക്ഷേ രാത്രി ആയതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ പോകാനൊക്കെ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ബൈക്കുമ്പോൾ ഒരു കവറിലിരിക്കുന്നുണ്ട്, അത് റെയിൻകോട്ടാണ് കേട്ടോ. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ ബ്ലോക്കാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയപ്പോൾ പിന്നെ ബ്ലോക്ക് മാറി. എന്നാലും വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്കായിരുന്നു. രാത്രിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓണത്തിൻ്റെയൊക്കെ തിരക്കാണ് കേട്ടോ, നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു. വണ്ടികളൊക്കെ റോഡിൽ ഇഷ്ടം പോലെയായിരുന്നു. ഞാൻ വിചാരിച്ച രാത്രി ആയതുകൊണ്ട് അത്ര തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ പകരത്തെ പോലെ തന്നെ നല്ല തിരക്കാണ്, ബ്ലോക്കും ഒക്കെ ആയി. അങ്ങനത്തെ പെട്രോളില്ല. അപ്പോൾ പെട്രോൾ അടിക്കാൻ കയറി
എയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എയർ അടിച്ചു. കുറച്ച് വഴി ഈ പറഞ്ഞ പോലെ തെറ്റിപ്പോയിട്ട് ഞങ്ങൾ തെറ്റി അങ്ങനെ കുറച്ച് ടൈമൊക്കെ പോയി. ഇതാണ് കല്യാണ ചെക്കൻ ട്ടാ. കല്യാണ ചെക്കനാണ്, സുന്ദരനാണ്. ഇതാണ് കേട്ടോ അവരുടെ വീടിൻ്റെ മുറ്റത്താണ് ഇത് ഒരുക്കിയേക്കണത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ ഫോട്ടോ എടുക്കേണ്ട ഒരു ഇതാണ് കേട്ടോ, ഞാൻ വീക്ക്നെസ്സാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ പറയും എന്തിനായിട്ട് നീ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുക്കണേന്ന്. പക്ഷേ ആൾ പോസ് ചെയ്യും കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുസിൻ്റെ കല്യാണമാണ് കേട്ടോ. എന്നാലും അവർ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാർ, പച്ചക്കറി ഐറ്റംസ് ആയിരുന്നു. പിന്നെ അപ്പോൾ നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം ഞങ്ങൾ നിന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്ക് സമയം 9 മണിയൊക്കെ കഴിഞ്ഞു, 9:30 അങ്ങാടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ പരിചയപ്പെടാനൊക്കെ വന്നു, അങ്ങനെ സംസാരിച്ചു. എൻ്റെ തീറ്റ കണ്ടിട്ടാരും പേടിക്കരുത് കേട്ടോ. അങ്ങനെ കഴിഞ്ഞത് ഞങ്ങൾ പിന്നെ അധികം നേരം നിന്നില്ല, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി.